കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. ഒരിക്കൽ കുടജാദ്രിയിൽ തപം ചെയ്ത ശങ്കരാചാര്യർക്ക് മുന്നിൽ ദേവി പ്രത്യക്ഷയായി. തന്റെ കൂടെ വരണമെന്നും താൻ ആഗ്രഹിക്കുന്നിടത്ത് കുടികൊള്ളണമെന്നും ശങ്കരൻ ദേവിയോട് അപേക്ഷിച്ചു. അപേക്ഷ സ്വീകരിച്ച ദേവി ശങ്കരനോട് ഒരു വ്യവസ്ഥ മുന്നോട്ട് വച്ചു. പിന്നിലായി അനുഗമിക്കുന്ന ദേവിയെ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത് എന്നതായിരുന്നു അത്. പ്രതിജ്ഞ ലംഘിച്ചാൽ താൻ സ്വയംഭൂവിൽ വിലയം പ്രാപിക്കുമെന്നും ദേവി അരുൾ ചെയ്തു. പ്രതിജ്ഞ ശിരസാൽ വഹിച്ച ശങ്കരൻ ദേവിക്കൊപ്പം യാത്രയാരംഭിച്ചു. കൊല്ലൂരെത്തവേ ദേവി തന്റെ ചിലമ്പൊച്ച മറച്ച് ശങ്കരനെ പരീക്ഷിച്ചു. സംശയഗ്രസ്തനായ ശങ്കരൻ തിരിഞ്ഞു നോക്കി. ആ ശങ്ക ദേവിയോടുള്ള പ്രതിജ്ഞാലംഘനമായിരുന്നു. ദേവി സ്വയംഭൂവിൽ വിലയം പ്രാപിച്ചു. തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിൽ ശംഖചക്രധാരിണിയായി, ചതുർബാഹുവായി, പത്മാസനസ്ഥയായി, സ്വയംഭൂലിംഗത്തിനു പിന്നിലായി പഞ്ചലോഹത്തിൽ ശങ്കരൻ അവിടെ തന്നെ ദേവി പ്രതിഷ്ഠ നടത്തി. ആചാര്യസ്വാമിയുടെ വരുമ്പോൾ സ്വയംഭൂ മാത്രം ഉണ്ടായിരുന്നു. ആചാര്യസ്വാമി ഇവിടെ വന്നു, ഇവിടെ തപസ് ചെയ്തു. തപസ്സിൽ നോക്കിയ പ്രത്യക്ഷ രൂപമാണ് ദേവിയുടെ മേലെ വിഗ്രഹ പ്രതിഷ്ഠ. ആചാര്യസ്വാമി വരുന്ന മുമ്പ് ഈ സ്വയംഭൂ മാത്രം ഉണ്ടായിരുന്നു. അവർ തീർത്ഥയാത്ര ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പശു ഇങ്ങനെ സ്വയംഭൂയുടെ മുകളിൽ പാല് വെച്ചിട്ട് നിൽക്കുകയായിരുന്നു. അത് നോക്കിയിട്ട് ഇതെൻ്റെ ഒരു വലിയ ക്ഷേത്രമാണെന്ന് അയാൾ ഇവിടെ നിന്ന് തപസ് ചെയ്യും. അപ്പോൾ ദേവി പ്രത്യക്ഷമാകും. ആ പ്രത്യക്ഷമായ ദേവി ശങ്കരാചാര്യർ നോക്കിയ രൂപമാണ് മുകളിൽ വിഗ്രഹ പ്രതിഷ്ഠ. പിന്നെ ശങ്കരാചാര്യർ അമ്മ മരിക്കുന്ന സമയത്തിൽ ആരും അവർക്ക് സഹായിച്ചിട്ടില്ല. ഈ സന്യാസിയുടെ അവർ ഇതുകൊണ്ട് ആ സമയത്തിൽ അവർ തന്നെ അവരുടെ തായുടെ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് ശങ്കരാചാര്യർ. അപ്പോഴാണ് മൂകാമ്പിൽ അപ്പോൾ ഒരു ഇതായിട്ടുണ്ട്. കേരളത്തിൽ എന്ത് സംസ്കാരം ഇതുകൊണ്ട് അതൊക്കെ ഇതായി പോട്ടെ എന്നിട്ട് ശപിക്കുകയാണ് ദുഃഖിച്ച്. അതിൻ്റെ നിവാരണക്കായിട്ടാണ് ഇവർ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കേരളക്കാർ ഇവിടെ ഒന്ന് തപസ് ചെയ്യണമെന്നൊരു ഇത് പറയുന്നുണ്ട്. മറ്റിത് മൂകാമ്പിൽ എപ്പോഴും 360 ദിവസം എല്ലാ ദിവസവും കേരളക്കാരും ഉണ്ടാവും. ഇവിടെ കേരളക്കാർ ഇല്ലാത്ത ദിവസമില്ല.